കള്ളപ്രിയ, സത്യം പറ, എന്നാ നീ ഇൻഡസ്ട്രിയിലായിരുന്നില്ലേ? ഇൻഡസ്ട്രിയോ? അതെന്നാ? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഓ, ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ? ഇതെന്നാ പറയുന്നേ? ഓ സൂപ്പർ. ഇതൊക്കെ സിനിമാ പദങ്ങളാണ്. ഈ അച്ഛനും മോനും സൈക്കിളിൽ പോകുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രാക്ക് ഇട്ട് പിടിക്കാം. റെയിൽവേ ട്രാക്കോ? ട്രാക്ക് ആൻഡ് ട്രോളി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ടിഫിൻ ബോക്സ് തുറക്കുന്ന ഷോട്ടില്ലേ, അത് നമുക്ക് എന്താ പറയാ, ഒരു ക്രെയിൻ ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം. എങ്ങനെ പിടിച്ചാലും സിനിമയെ കണ്ടാവും. രേവതി, ഇതെവിടെ പോയതാ? ഷോപ്പിങ്ങിന് പോയതാ. ആണോ? അതെ, പിന്നെ നമ്മുടെ അച്ചായ സാറിന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പ്രിയൻ പറഞ്ഞു. പൂനെന്ന് പഠിച്ചിറങ്ങിയതല്ല ഞാൻ. അല്ല, രേവതി എന്തിനാ പഠിക്കുന്നു പറഞ്ഞില്ല? MSc. MK ഗ്രൂപ്പിന്റെ MDയുടെ മോളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ബൈ ദ ബൈ, അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടേക്കാണ് ബിസിനസ് ഉള്ളത്? ശ്രീലങ്കയിലും ദുബായിലും. ഹലോ, ഞാൻ ഈ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും താനെന്തിനാടോ മറുപടി പറയുന്നത്? അത് മീര എന്നെ പോലെ തന്നെ. സാറ് ചൂടാന്നിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ചൂടനാ, മഹാചൂടനാ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സാർ എത്രമാത്രം ശുദ്ധനാണ്? സാറ് ചൂടാകുന്നോണ്ട് നമുക്ക് തന്നെ അങ്ങ് ചിരി വരുന്നേ. എന്നാ പിന്നെ ഇവരങ്ങ് പൊക്കോട്ടില്ലയോ? അല്ല, എന്താ ഇത്ര ധൃതി? അല്ല, അവര് വീട്ടിലൊക്കെ അന്വേഷിക്കുന്നേ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. എന്നാ പൊക്കോ, പിടിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ പോയാ മതി. പോക്ക് കണ്ടു. ഒരു കോടീശ്വരന്റെ മകളാണെന്നുള്ള ഭാവമേ ഇല്ല. പിന്നെ പ്രിയ, ഇപ്പൊ ക്രെയിൻ താഴെ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നീ നന്ദനങ്ങൾ കുറെ നേരമായി വന്നിട്ട്. കുറച്ചു നേരമായി, നിന്നെയും കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര നേരമായാലും മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതാ. കോഴ്സ് ഈ വർഷം പൂർത്തിയാവും അല്ലേ മോളെ? ഏപ്രിൽ എക്സാം കഴിയും. എത്ര നാളായി അപ്പോ നമുക്ക് മെയിലോ ജൂണിലോ അങ്ങ് നടത്തിയാലോ ഗോപി? ഞങ്ങൾ ഇപ്പോഴേ റെഡി. ഇപ്പൊ തന്നെ കൊണ്ടുപോയി. നീ എന്താ അമ്പരുന്ന പോലെ? ഞങ്ങള് മനുവും മോളുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കാനാ വന്നേ. വിവാഹോ? എന്താ വിവാഹം ഒന്ന് കേട്ടിട്ടില്ലേ? അല്ല, അത് എന്റെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി. ഞാൻ പറയാം, ഇപ്പോ എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊന്ന് ജോലി ചെയ്യണമെന്നുണ്ട്. എന്റെ മോളെ, പഠിത്തോ ജോലിയോ എന്ത് വേണേലും ആയിക്കോ, വിവാഹം കഴിഞ്ഞാലും പഠിക്കാലോ. മനു അടുത്ത മാസം ലീവിന് വരും. വിവാഹം കഴിഞ്ഞായിരിക്കും തിരിച്ചു പോകുന്നേ. ആന്റി, ഞാൻ പറയാം. പറയേണ്ടത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. നീ അത്തുപോ. അതെ, വിവാഹക്കാര്യത്തിൽ എല്ലാ പെമ്പിളേരും ഇങ്ങനെയാണ്. ചുമ്മാ ഒരു എതിർപ്പ്. ദേ ഇവള് പ്രീ ഡിഗ്രി തോറ്റി നിൽക്കുകയായിരുന്നു. എന്റെ ആലോചന ചെന്നപ്പോ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന്. മീര, ഇത് കുട്ടിക്കളിയല്ല. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാത്തെ. അങ്ങനെയാണെങ്കിൽ അങ്കിളിനോടും ആന്റിയോടും എല്ലാം തുറന്നു പറയും. ഇങ്ങനെ പകഞ്ഞോണ്ടിരിക്കാതെ അങ്ങ് പൊട്ടിത്തീരുമല്ലോ. സമയാവട്ടെ. ആ പ്രിയനെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? അവനോടും പറയും നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല, മകളാണെന്ന്. പ്രിയനെ പറ്റിക്കായിരുന്നോ? അന്ന് ജോലിക്കാരിയാണെന്ന് ചോദിച്ചപ്പോ ഒരു കളി പോലെ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്താ. പിന്നീട് ആ ഒരു കളവിൽ ഞാൻ സന്തോഷം കണ്ടെത്തി തുടങ്ങി. ഇപ്പോ ആ ഒരവസ്ഥ ഞാൻ അങ്ങ് എൻജോയ് ചെയ്യാം. എന്തായാലും ഒരു ദിവസം തുറന്നു പറഞ്ഞേ പറ്റൂ. അന്ന് അവൻ സർപ്രൈസ്ഡ് ആവാൻ പോകുന്നത്. സാറേ, കഥ ഇതുവരെ എങ്ങനെയാ? ഓക്കെ ഉണ്ട്, കഥ ഇതുവരെ ഓക്കെയാണ്. ആ അച്ഛനും മകനും തമ്മിലുള്ള സെന്റിമെന്റ്സ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. വൈശാഖൻ സാർ ഉണ്ടാക്കിയതാ? വൈശാഖൻ സാർ ഉണ്ടാക്കും. ബാക്കി കൂടെ നീ പറഞ്ഞു കൊടുക്ക, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. സാറേ, ഇതുപോലെ കഷ്ടപ്പെട്ട ഒരു അപ്പം വളർത്തിയ മകൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. സണ്ണി എന്നാ പേര്. ഈ സണ്ണിയുടെ കുടുംബം എന്ന് പറഞ്ഞ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ വലിച്ചു നീട്ടരുന്ന്. ഒന്ന് ചുരുക്കി പറ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. പറയാം. സണ്ണി കോളേജിൽ ചേർന്നു. അവിടെ വെച്ച് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെങ്കൊച്ചി കടന്നു വന്നാൽ ആനി എന്നാ പേര്. നമ്മുടെ കഥയിലെ മകനെ നമുക്ക് ഇതുപോലെ ആക്കാന്നേ. ആനി എന്ന് പറയുന്നത് ഒരു കോടീശ്വര പുത്രിയായിരുന്നു. ഒരു കോടീശ്വര പുത്രിയെ കണ്ട് മയങ്ങിയത് കൊണ്ടായിരിക്കണം
ഇപ്പോ സണ്ണിക്ക് അപ്പച്ചനെ വേണ്ടാതായി. ഓക്കെ. ഉച്ചപ്പട്ടണി കിടന്ന് അപ്പം വളർത്തിയ മകൻ അപ്പനെതിരെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോ അത് കാണുന്ന പ്രഷർക്ക് ഫീൽ ചെയ്യല്ലേ? കറക്റ്റ്. സിനിമ കാണുന്ന അപ്പനും മക്കൾക്കും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവട്ടെ. ഹാസ്യം മാത്രം ഉണ്ടായ പോരല്ലോ, കണ്ണീരും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നീ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നീ കഥ പറയൂ. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. വൈശാഖ, ഈ ഉദാഹരണവും ജീവിതവും ഒക്കെയാണ് ഇവനെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്. ഇവന്റെ ക്ലാസ് റൂമും പാഠപുസ്തകമൊക്കെ പുഴയും മലയുമൊക്കെയാ, അല്ലടാ? അത് ശരിയാ കേട്ടോ. എന്റെ വൈശാഖ, നീ ഇവനോടൊപ്പം ഇവന്റെ നാട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ല്. AC കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രകൃതിയും മണ്ണും മനുഷ്യരുമായിട്ടൊക്കെ ഒന്ന് ഇടപെട. പ്രിയ, രക്ഷയില്ല. പ്രേമം മുതൽ ഒന്നുകൂടെ ഒന്ന് പറയൂ പ്ലീസ്. കഥയിലെ മകനും പെങ്കൊച്ചും തമ്മില് അങ്ങ് പ്രണയത്തിലാവുക. എന്താ ടേസ്റ്റ്? എന്ത് ഫുഡാ ഇത്? സാറേ, ഇതിന്റെ പേരാ കാച്ചില്. സാറിന്റെ വീടിന്റെ മുന്നേ കുറെ കൂട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ സാധനം. മൈ ഗോഡ്, ആ സാധനമായിരുന്നു ഇത്. എനിക്ക് മനസ്സിലായില്ല. അമ്മേ, ഇത് കുറെ ഉണ്ടെന്നേ, വീട്ടിൽ കൂട്ടിയിട്ട് നോക്കാൻ അവിടെ നേരം. ആഹാ, അപ്പൊ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ? അച്ഛന് കുടുംബപരമായി കിട്ടിയ ഭൂമിയാ. സിറ്റിയിലാണെങ്കിലും അച്ഛൻ ഒരു കൃഷിക്കാരനെ പോലെ ജീവിച്ചത്. ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയായിപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ജോലി എനിക്കിപ്പോ കിട്ടിയത്. അപ്പോ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം എവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവനെ കൊണ്ട് നമുക്കൊന്ന് പെണ്ണ് കെട്ടിക്കണം. അതൊന്നും അമ്മ വിഷമിക്കണ്ട, അതൊക്കെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാ പറയാൻ കളിച്ചേ, നമ്മള് പറഞ്ഞില്ലായിരുന്നു. അമ്മ, ഇത് എന്നാ പറയണ്ടേ, അതൊരു പാവം പിടിച്ച കൊച്ചാന്നേ. ഒറ്റപ്പാലത്താ വീട്. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിന്റെ നേരെ മുന്നിൽ ഒരു യമണ്ടം വീടുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുന്ന കൊച്ചാ. അതിന് സ്വന്തക്കാരെന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. അത് അമ്മ തന്നെ വേണമെന്ന് ചെന്ന് സംസാരിക്കാം. അമ്മേനെ ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല, ഞാനും കൂടെ പോകുന്നുണ്ട്. എന്നാ പിന്നെ വൈകിക്കണ്ട, നാളെ തന്നെ നമുക്ക് പോയി. നാളെ നടക്കുകയല്ല, അച്ഛൻ സാറിന് കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ട. സാർ ഇന്ന് തന്നെ ഇരുന്ന് ആ മുഴുവനും കഥ ഉണ്ടാക്കണം. പിന്നെ ഉണ്ടാക്കണം. സാറേ, അച്ഛനെ മനസ്സിലാക്കുന്ന മകനില്ലേ, നമുക്ക് കഥ അങ്ങ് അവസാനിപ്പിക്കാം. ബന്ധത്തിന്റെ ഒരു ശക്തി സിനിമ കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. സിനിമ കണ്ണിന് മാത്രം കിട്ടിയാ പോരല്ലോ, മനസ്സൊന്ന് തെളിയുണ്ടായോ. സാറേ, ഈ ടൗണിലൊക്കെ ചില പൂക്കളുണ്ട്, എന്നാ എന്റെ പേര്, ഓർക്കിഡ്. ഭയങ്കര രസം അതിനെ കാണാനൊക്കെ. പക്ഷെ എന്നാ മണം പോരാ. ആണ്ടെ, അവിടെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയാ കാണാൻ. അതുപോലെ തന്നെ വാസന. സാറിന് പോകുന്നതിന് മുമ്പ് കാണിച്ചു തരാം കേട്ടോ. സാറേ, സാറേ, എന്നാ ആലോചിക്കുന്നേ? ഇതെന്നാ? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ പറഞ്ഞ കഥ നിന്റെ തന്നെ കഥയല്ലേ? എന്ന് വെച്ചാ നിന്റെ ജീവിതം, നിന്റെ അനുഭവം. തർക്കിക്കണ്ട. സിനിമയിലെ അച്ഛന്റെ കഷ്ടപ്പാടുകൾ വാസ്തവത്തിൽ നിന്റെ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളല്ലേ? അമ്മയുടെ സ്ഥാനത്ത് നീ അച്ഛനെ കൊണ്ടുവന്നു. പിന്നെ നിന്റെ ആഗ്രഹങ്ങൾ, അറിവുകൾ, പിന്നെ നിന്റെ ഭാവന, അതൊക്കെ ചേർന്നല്ലേ കഥ. അല്ല, അത് സാറേ, ഇനി എന്നെ നീ സാറേ എന്ന് വിളിക്കണ്ട, ഏട്ടാന്ന് വിളിച്ചാൽ മതി.